നമസ്കാരം. എൻ്റെ പേര് ഹരി. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് ജ്യോതിഷ സംബന്ധമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ്. ഭാരതീയ ജ്യോതിഷം അതിപുരാതന ശാസ്ത്രമാണ്. വേദാംഗം എന്ന വാക്ക് തന്നെയാണ് ജ്യോതിഷവും. വേദത്തിൻ്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവർഷം 3000 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിലെ രൂപം കൊണ്ടു എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. എന്നാൽ അതിലും മുന്നേ ഭാരതത്തിൽ ക്രിസ്തുവർഷം 5000 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യസിദ്ധാന്തം, ജ്യോതിഷം ഇതെല്ലാം തന്നെ പ്രചരിക്കപ്പെട്ടു, ശാസ്ത്രജ്ഞന്മാർ ഉടലെടുത്തു എന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുന്നേ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള ആചാര്യന്മാർ അവർ നമുക്ക് വേണ്ടി വെച്ച് തന്നിട്ടുള്ള അറിവുകളെ നമ്മൾ അതിനെ വിശകലനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ജ്യോതിഷം ഒരു അന്ധമായ വിശ്വാസം അല്ല. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു കണക്കുകൾ മാത്രമാണ് ജ്യോതിഷം. നമ്മുടെ ഈ കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തെ, നക്ഷത്രങ്ങളെ, അതിനെയെല്ലാം പൊസിഷനുകളെ മനസ്സിലാക്കി, അതുപോലെ തന്നെ നമ്മളെ ഭൂമിയെ തന്നെ, പ്രപഞ്ചത്തെ തന്നെ നമ്മളൊരു വലിയ ഗോളം, ആ ഗോളത്തെ 12 ഭാഗമായിട്ട് ഭാഗിച്ച് അതിനെ 9 പിന്നെയും അതിനെ ഭാഗിച്ച് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന നവഗ്രഹങ്ങളും ഗ്രഹങ്ങളെയും ബേസ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി ചിത്രീകരിക്കുന്നൊരു ഭാഗമാണ് ജ്യോതിഷം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിവരങ്ങളെയും തിരിച്ചറിയുവാനും എല്ലാ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം അത് വിശേഷാൽ ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷം. അതിനെ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആകാശത്തെ, ആ പ്രപഞ്ചത്തിൽ ഉള്ള ഗോളത്തെ, അതിനെ നമ്മൾ 12 ഭാഗം എന്ന് പറഞ്ഞ് 12 മാസമായിട്ടാണ് വിഭജിക്കുന്നത്. ആ 12 ഭാഗമായിട്ട് വിഭജിച്ച് അതിലെ നവഗ്രഹങ്ങളായിട്ടുള്ള നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും ശനിയും രാഹുവും കേതുവും എന്നിവയാണ് നവഗ്രഹങ്ങൾ. ഈ നവഗ്രഹങ്ങളെ ഈ 12 രാശിയിലും 12 ഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് അതിലെ പൊസിഷൻ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കലാണ് ജ്യോതിഷം. ജ്യോതിഷം ഈ 12 മാസവും ഈ 9 ഗ്രഹങ്ങളും നിൽക്കുന്ന പൊസിഷൻ മാത്രമാണ് ജ്യോതിഷം. അതിനപ്പുറത്തൊരു ജ്യോതിഷമില്ല. ആ പൊസിഷൻ മനസ്സിലാക്കുന്നതും അതുണ്ടെങ്കിലേ നമുക്ക് ജ്യോതിഷമുള്ളൂ. അങ്ങനെ ആ പൊസിഷനെ മനസ്സിലാക്കി ഗ്രഹങ്ങളുടെ ചലനങ്ങളെയും, ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ചലനത്തിന് വേഗതകളുണ്ട്. ആ വേഗതകളെയെല്ലാം മനസ്സിലാക്കി അതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കലാണ് ജ്യോതിഷം. ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നത് ജ്യോതിഷം ഒരു മഹാശാസ്ത്രമാണ്. ജാതക, ഗോള, നിമിത്ത, പ്രശ്ന, മുഹൂർത്ത, ഗണിതാമാനി, ആഭിത്തിഷ്ടാങ്കാനാചാര്യ ജ്യോതിഷേ മഹാശാസ്ത്രേ എന്നാണ് പറയുന്നത്. ഈ ശാസ്ത്രങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അറിവുകളെയും എല്ലാ വിഷയങ്ങളെയും കുറിച്ച് അറിയുന്നതിനുള്ള ഒരു മാർഗം ലോകത്തിൽ മറ്റൊന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മാത്രം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനുമപ്പുറത്തൊരു ശാസ്ത്രം വേറെ ഇല്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരെ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് നമ്മളത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിനെ സ്ഥാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ പറ്റൂ. അത് മഹാശാസ്ത്രമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാര്യം തന്നെയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും അതിനെ പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്നും ജീവിതത്തിൽ അത് നമുക്ക് പ്രയോജനപ്രദമാക്കത്തക്ക രീതിയിലേക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും അത് വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വ്യാപിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരു തുടക്കം മാത്രമാണ്. എന്നാൽ ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകൾ പോലെ അത് മനസ്സിലാക്കുന്ന നിങ്ങളോടൊപ്പം തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നു എന്നുള്ളതല്ല, നമ്മളും ഒന്നിച്ചിരുന്ന് വിഷയങ്ങളെ പഠിക്കുന്നത് പോലെ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ജ്യോതിഷം ഒരു അറിവെന്ന് പറയുന്നത് തന്നെ വലിയൊരു നമ്മളെ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ നിസ്സഹായരായിട്ട് ജനിക്കുന്നു. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊന്ന് സ്വയമായിട്ടൊരു കാര്യം ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ജനിക്കുന്നു. തുടർന്ന് ഒരു മൃഗങ്ങളെ നോക്കിയാൽ അവർ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് അവർ സ്വതന്ത്രരാകുന്നത് പോലെ തന്നെ എഴുന്നേറ്റ് നടക്കാനായിട്ടും പറ്റും. ഇത് നമ്മൾ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കമന്ന് കിടക്കണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ള ജന്മമാണ് നമ്മുടെയൊക്കെ ജന്മങ്ങൾ. ആ ജന്മത്തിൽ നിന്നൊക്കെ ഇത്രയും ഉണർന്നെഴുന്നേറ്റ് ഇവിടെ നിന്ന് സംസാരിക്കുവാനുള്ള പ്രാപ്തിയായ ഈ അറിവ് ചെറുതല്ല എന്ന് നമ്മളെല്ലാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ നമ്മൾ അന്നത്തെ ആ അറിവ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ചലനം മൊത്തവും. അപ്പം ഒരറിവും നമുക്ക് അന്യമല്ല. എല്ലാ അറിവും അതിൽ തെറ്റുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം. അതിനെയെല്ലാം മനസ്സിലാക്കി തിരിച്ച് നല്ലൊരു അറിവാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നതിന് ഉപകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട്. തുടർന്നും മറ്റുള്ളവരെ അത് ചെയ്യുവാനുള്ള ഒരു പ്രചോദനമായി മാറുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഇതിലേക്ക് വന്ന് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ സമയപരിമിതി കൊണ്ട് തന്നെയാണത് ഇതാക്കിയിരിക്കുന്നത്. എങ്കിൽ തന്നെ ഒരു സമയം കണ്ടെത്തി നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.